ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആരോഗ്യകരമായ ഒരു കുടുംബബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെ കുറിച്ച് വിശുദ്ധ തിരുവചനം അനേക വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 128-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അവിടെ വളരെ മനോഹരമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ചാണ് പാടിയിരിക്കുന്നത്. അവിടെ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വേണ്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബബന്ധം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആരംഭത്തിൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബബന്ധമാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. വളരെ സൗഭാഗ്യകരമായ നിലയിൽ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു നിഴലായി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ബന്ധമാണ് കുടുംബബന്ധം. എന്നാൽ വളരെ വേദനയോടെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശത്രുക്കളെക്കാൾ പരസ്പരം തിരിഞ്ഞു നിന്ന് മല്ലയുദ്ധം ചെയ്യുന്ന കുടുംബങ്ങളെയാണ് ഇന്ന് ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അക്രമവും ആത്മഹത്യയും അതേപോലെ കൊലപാതകവും ഒക്കെ പെരുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇന്ന് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അഥവാ കുടുംബങ്ങൾ പലയിടങ്ങളിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഉരസലുകൾക്ക് പല കാരണങ്ങള് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളതാകുന്ന ഒരു വലിയ പോരാട്ടം പല ഇടങ്ങളിലുമുണ്ട്. ദത്തശത്രുക്കളെ പോലെയാണ് അവർ പെരുമാറുന്നത്. ഒരുപക്ഷെങ്കിൽ ഭൂമിയിലെ ഒരു ഭാഗ്യവതിയാണ് ഹൗവ. കാരണം ഹൗവായിക്ക് അമ്മായിയമ്മയില്ലായിരുന്നു. ആദമിന്റെയും ഹൗവയുടെയും സൃഷ്ടാവ് ദൈവം തന്നെയാണല്ലോ. വിവാഹത്തിന് ശേഷം മാതാപിതാക്കളിൽ നിന്ന് വൈകാരികമായ ഒരു വേർപെടല് സംഭവിക്കും, അഥവാ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പുരുഷന് ഉണ്ടാകുന്നതായിട്ട് ദൈവവചനം തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. നാം വായിച്ച തിരുവചനത്തിൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്ന് കരുതേണ്ട അല്ലെങ്കിൽ കരുതേണ്ട എന്നൊന്നും ഇതിന് അർത്ഥമില്ല. ആ വാക്യം അങ്ങനെ പറയുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ പല ബന്ധങ്ങളുണ്ട്. അതിലൊന്നാണ് അമ്മായിയമ്മ. മരുമകളെ സ്വന്തം മകളായി കാണേണ്ടത് ആവശ്യമാണ്. ഒരു അന്യ കുടുംബത്തിൽ നിന്ന് ഒരു ശത്രു കയറി വന്നതായിട്ട് കാണരുത്. ഒരു മരുമകളെയോ മരുമകനെയോ കിട്ടിയാൽ, ഒരു മകളെയോ മകനെയോ കിട്ടിയെന്ന് വേണം അവര് കരുതേണ്ടത്. അല്ലാതെ ഒരു പൊതുശത്രു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ എന്തോ ഒരു ഭീകര ജീവി നുഴഞ്ഞ് കയറിയതായിട്ട് ചിന്തിക്കുമ്പോഴാണ് അനേക പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാകുന്നത്. സ്നേഹത്തോടെ തിരുത്തുവാനായിട്ടും കഴിയണം. അഥവാ നാം ചിന്തിക്കുമ്പോൾ അത് ആ കുട്ടിയില് ചില തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ സംഭവിക്കാം. അതിനെ സ്നേഹത്തോടെ തിരുത്തണം. അത് സ്വന്തം ഭർത്താവിനോടോ മറ്റുള്ളവരോടോ പോലും കൊട്ടി ഘോഷിക്കാതെ ഒരു മാതൃഹൃദയത്തില് തിരുത്തുവാനായിട്ട് കഴിയേണ്ടതും ആവശ്യമാണ്. ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കുടുംബത്തിൽ സഹജമാണ്. കാരണം മനുഷ്യജീവികളാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിനെല്ലാം അപ്പോൾ വേണ്ടതായ പരിഹാരം വരുത്തിയെടുക്കുക എന്നുള്ളതാണ്. അമ്മായിയമ്മ ഏക സന്താനമോ
അല്ലെങ്കിൽ വിവാഹമോചനം നേടിയവളോ വിധവയോ ഒക്കെ ചിലയിടങ്ങളിലാകാം. അങ്ങനെയെങ്കിൽ മരുമകളോടുള്ള അസൂയയുടെ ശക്തി ചിലയിടങ്ങളിൽ മിസൈലിനേക്കാൾ ഭയങ്കരമായും ഭവിക്കാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മരുമകളെ അന്യഗ്രഹ ജീവിയായിട്ട് കാണരുത്, അല്ലെങ്കിൽ അകറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കരുത്. ചിലപ്പോൾ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത് അവര് ജീവിക്കുന്നവരാണ്. അവര് കടന്നു വരുമ്പോൾ അവരെക്കാൾ വലിയ ഫാഷൻ പരേഡുകളായി ജീവിക്കുന്ന ചില അമ്മായിമ്മമാരുമൊക്കെ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് അത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ മരുമകള് വ്യത്യസ്തമായ പുതിയ സാഹചര്യത്തോട് ഇണങ്ങിച്ചേരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് അവള് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അവളുടെ വീട്ടിലെ സാഹചര്യമല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്കാണ് അവൾ കടന്നു ചെല്ലുന്നത്. ചിലപ്പോൾ പ്രായത്തിന്റെ നിർബന്ധ ബുദ്ധി അമ്മായിയമ്മയും അമ്മായിയപ്പനും കാണിച്ചെന്ന് വരാം. എന്നാൽ അവരെ നിന്ദിക്കാതെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് യാതൊരു വിധമായ ഏകാന്തതയും ഉണ്ടാകാതെ അവരെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മകൻ എന്ന നിലയിൽ തന്റെ ഭർത്താവിന്റെ മേൽ മാതാപിതാക്കൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് മരുമകള് തിരിച്ചറിയേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അമ്മായിയമ്മയെയും അമ്മായിയപ്പനെയും നിങ്ങളുടെ കുട്ടികളെ നോക്കാനുള്ള ഒരായയായിട്ടോ വേലക്കാരിയായിട്ടോ ഒരിക്കലും കാണരുത്. പലയിടങ്ങളിൽ അവര് അങ്ങനെയാണ് നോക്കുന്നത്. ചിലപ്പോൾ മാതാപിതാക്കളെ വിദേശത്ത് കൊണ്ടുപോകാറുണ്ട്. കാരണം എന്തിനാന്ന് ചോദിച്ചാൽ, വിദേശത്ത് ഒരു ജോലിക്കാരെ നിർത്തണമെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നതിനേക്കാൾ ശമ്പളം അവർക്ക് കൊടുക്കണം. അത് കരുതി ചിലപ്പോൾ ഇതേപോലെ മാതാപിതാക്കളെ കൊണ്ട് താമസിപ്പിക്കാറുണ്ട്. എന്നാൽ വേലക്കാർക്ക് കൊടുക്കുന്ന മാന്യതയോ ഭക്ഷണമോ പോലും കൊടുക്കാതെ അവരോട് ക്രൂരമായി ഇടപെടുന്ന അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാർദ്ധക്യ സഹജമായി ഉണ്ടാകുന്ന അസുഖങ്ങളിലും പ്രയാസങ്ങളിലും വേണ്ട വൈദ്യസഹായവും ശുശ്രൂഷയും കൊടുത്ത് അവരെ ആദരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഓർക്കണം, അവരെങ്ങനെയൊക്കെയാണ് നമ്മളെ വളർത്തിയത്. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അതിനേക്കാൾ എന്മാത്രം അവർ കഷ്ടപ്പെട്ടു. അന്ന് നല്ല ജോലിയില്ലായിരുന്നു. കൂലിപ്പണികൾ ചെയ്ത് പറമ്പിപ്പണി ചെയ്ത് ഒക്കെ അവർ പോറ്റി പുലർത്തി ആ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഒരിക്കലും മറന്നു പോകാതെ വണ്ണം അവരെ ശുശ്രൂഷിക്കുന്ന കാര്യം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് അനേകരെ അനാഥശാലകളിലും മറ്റുമൊക്കെ കൊണ്ടുപോയി തള്ളുന്ന അനുഭവങ്ങള് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ഹൃദയം എത്ര വേദനിക്കുന്നു. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നുള്ളത് ദൈവത്തിന്റെ ആദ്യ കൽപ്പനയിൽപ്പെട്ട തിരുവചനം കൂടിയാണല്ലോ. അതേ പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യകരമായ ചില കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിർത്തി കർത്താവിനോട് ചേർത്ത് പണിതു പോകുന്നെങ്കിൽ ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ് കുടുംബം. അല്ല എങ്കിൽ ഭൂമിയിലെ ഒരു നരകമായി അത് മാറും എന്നതിന് സംശയമില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളും അരക്കിട്ടുറപ്പിച്ച് മുൻപോട്ട് പോകാം. ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി, ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി, ആത്തിരുമാറിടും എന്ന ഭയം ചാരിടും ഞാനൻ ദുഃഖങ്ങളിൽ, ആത്തിരുമാറിടും എന്ന ഭയം ചാരിടും ഞാനൻ ദുഃഖങ്ങളിൽ, ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി.
എന്നേശുനാഥനെ നിൻ കാരുണ്യം നീട്ടിടണേ എന്നും വൻ കൃപയാൽ. എന്നേശുനാഥനെ നിൻ കാരുണ്യം നീട്ടിടണേ എന്നും വൻ കൃപയാൽ. ആശ്രയിപ്പാനില്ല വേറൊരിടം, ആശ്വസിപ്പാനായി ഈ മരുവിൽ. യേശുനാഥ ഈ പാരിടത്തിൽ ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി.